റിപ്പോർട്ടർ ചാനൽ തകർന്ന് തരിപ്പണമായി. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണൻ കൂടി ആ ചാനൽ വിട്ടിരിക്കുകയാണ്. നികേഷ് കുമാർ എന്ന പ്രമുഖ ജേർണലിസ്റ്റിനു ശേഷമാണ് ഉണ്ണി ബാലകൃഷ്ണൻ കൂടി ആ ചാനൽ വിട്ടിരിക്കുന്നത്. കൊട്ടിഘോഷിച്ച് ഈ ചാനൽ മരമുറിക്കാരായ തട്ടിപ്പ് വീരന്മാർ പണക്കൊഴുപ്പ് കൊണ്ട് മാത്രം കെട്ടിപ്പൊക്കിയ ആ ചാനൽ ഇനി ഇല്ല എന്ന് പറയുന്നതാവും ഏറ്റവും നല്ലത്. AR-ഉം VR-ഉം ഒക്കെ വെച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിനെയും കാതിനെയും സാങ്കേതിക വിദ്യ കൊണ്ട് അമ്പരപ്പിച്ചു എന്നല്ലാതെ പൊള്ളയായ വാർത്തകൾ മാത്രം നൽകുന്ന ഒരു ചാനലായി റിപ്പോർട്ടർ എന്ന് സകല ജനങ്ങളും മനസ്സിലാക്കി. വാട്സാപ്പുകളിലും ഇൻസ്റ്റഗ്രാമിലും വരുന്ന റീലുകളൊക്കെ വലിയ മ്യൂസിക്കുകൾ ഇട്ട് കത്തിച്ചു എന്നല്ലാതെ വാർത്തയിൽ സത്യമോ വാസ്തവമോ ഉണ്ടോ എന്ന് മാധ്യമധർമ്മം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത അരുൺകുമാറിനെ പോലെയുള്ള ജേർണലിസ്റ്റുകൾ ചികഞ്ഞു നോക്കിയിട്ടില്ല. സുജയ പാർവതി സംഘികൾക്കും കേന്ദ്രത്തിനുമൊക്കെ വേണ്ടി നിലമറന്നു ഘോരഘോരം പറയുമ്പോൾ അരുൺകുമാർ എന്ന പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ കമ്മികൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ വാദിക്കുകയും പിണറായിയെ വെള്ളപൂശാനുമാണ് ശ്രമിച്ചത്. സ്മൃതി പരുത്തിക്കാട് എന്തിനോ വേണ്ടി ചിലക്കുന്നു. പിന്നെയുള്ളത് ആൻഡോ അഗസ്റ്റിൻ. സ്വന്തം കള്ളത്തരവും പൊള്ളത്തരവും വെട്ടിപ്പും തട്ടിപ്പുമൊക്കെ പുറം ലോകം അറിയാതെ നോക്കാനായിട്ട് ഈ ചാനൽ കൊണ്ട് മറച്ചങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ആകെ വാർത്തകൾ കൃത്യമായി പറഞ്ഞ് ജനവിശ്വാസത്തെ ഊട്ടി ഉറപ്പിച്ചിരുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ മാത്രമായിരുന്നു. നികേഷ് ആ ചാനൽ വിട്ടുകൊണ്ട് പാർട്ടി പരിപാടികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് പറഞ്ഞ് CPM-ലേക്ക് ചേക്കേറിയപ്പോൾ റിപ്പോർട്ടർ ചാനലിന് പ്രത്യക്ഷത്തിൽ വിവാദപരമായ യാതൊരു കോട്ടവും വരുത്തിയില്ല എങ്കിലും ഉണ്ണി ബാലകൃഷ്ണന്റെ ഏഷ്യാനെറ്റിലേക്കുള്ള പോക്ക് തീർത്തും മരമുറിക്കാരുടെ ചാനലിന് മുൻപെങ്ങുമില്ലാത്ത ക്ഷീണമാണ് വരുത്തിയിരിക്കുന്നത്. കോൺഗ്രസ് പണ്ടേ ഈ ചാനൽ വിട്ടതാണ്. എക്കാലത്തും കോൺഗ്രസ് പാർട്ടിയെ താറടിച്ച് കാണിക്കാൻ വേണ്ടി മാത്രം ഉദയം കൊണ്ടൊരു ചാനൽ എന്ന നിലയ്ക്ക് പണ്ടേ കോൺഗ്രസ് എന്ന ജനാധിപത്യ മൂല്യങ്ങളെ മുറുകെ പിടിപ്പിക്കുന്ന പാർട്ടി അരുൺകുമാറിനെ അടക്കം അടിച്ചിരുത്തിക്കൊണ്ട് ഈ ചാനൽ വിട്ടു. അന്തിച്ചർച്ചകൾക്ക് പോലും നേതാക്കൾ ആ ചാനലിന്റെ പടി ചവിട്ടാതെയായി. പിന്നെ ശിരൂരിൽ മുങ്ങിയ അർജുനും കഴിഞ്ഞ പഹൽഗാം യുദ്ധവും ഒക്കെ വെച്ച് ആർപ്പും വിളിയും ഒക്കെയായി ആ ചാനൽ കുറെ ജനശ്രദ്ധ നേടി എന്നല്ലാതെ ഏഷ്യാനെറ്റിനെ മറികടന്നുകൊണ്ട് റേറ്റിംഗിൽ ഒന്നാമതെത്തിയത് കേബിൾ TV അടക്കമുള്ളവർക്ക് കോടിക്കണക്കിന് രൂപ വാരി വിതറിക്കൊണ്ട് മാത്രമാണ്. കേരള കേബിൾ കണക്ഷനിലൊക്കെ തന്നെ TV തുറക്കുമ്പോൾ ഈ ചാനൽ മുന്നിൽ വരാൻ വേണ്ടിയിട്ട് 5 കോടിയോളം രൂപയാണ് നൽകിയത്. അങ്ങനെ നിരവധി കേബിൾ നെറ്റ്വർക്കുകൾക്ക് കോടിക്കണക്കിന് പണം ഇടിച്ചു തള്ളിക്കൊടുത്തു. അങ്ങനെ മാത്രമാണ് 2 മിനിറ്റ് നേരമെങ്കിലും ആ ചാനൽ ആരെങ്കിലും ഒക്കെ തുറന്നു വെച്ചത്. അതുകൊണ്ട് മാത്രമാണ് റേറ്റിംഗിൽ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നതും. പക്ഷെ ഇത്രയും പണം ചെലവാക്കുന്നത് കൊണ്ട് ജീവനക്കാർക്ക് സമയത്തിന് ശമ്പളം നൽകാൻ സാധിക്കാതെയായി. അന്തിച്ചർച്ചകൾ പലതും നിന്നു. ഏറ്റവും കൂടുതൽ വാർത്തകൾ സംഭവിക്കുന്ന കോൺഗ്രസിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് പ്രതിനിധികൾ വരാതെയായി. ചൂടേറിയ ചർച്ചകളും വാഗ്വാദങ്ങളും നിന്നതോടെ കാഴ്ചക്കാർ മറ്റ് ചാനലിലേക്ക് മാറി. പ്രൈം ടൈം ന്യൂസുകളുടെ ഹോട്ട് ടൈം മറ്റ് ചാനലുകൾ ഇതോടെ കൈയടക്കി. പരസ്യക്കാരും കുറഞ്ഞു. ചാനലിന്റെ വരുമാനം കുത്തനെ ഇടിഞ്ഞു. അധികം വൈകാതെ പൊളിയുമെന്ന് മനസ്സിലാക്കിയ പലരും ചാടി തുടങ്ങി. കുറച്ചെങ്കിലും ആൾക്കാർ കണ്ടിരുന്ന മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ ഇനി ഉണ്ണി ബാലകൃഷ്ണൻ കൂടി പടിയിറങ്ങുമ്പോൾ കമ്മിമൊട്ടയും സംഘി സുജയയും പരുത്തിക്കാടും തമ്മിലുള്ള സംവാദമായി ചുരുങ്ങുമത്. അതിൽ മിനിമം ക്വാളിറ്റി വെച്ചു പുലർത്തിയിരുന്ന വ്യൂവേഴ്സ് ഉണ്ടായിരുന്ന ഉണ്ണി ബാലകൃഷ്ണൻ കൂടി പടിയിറങ്ങുമ്പോൾ മീറ്റ് ദ എഡിറ്റേഴ്സ് ചവറു പരിപാടിയായി മാറും. സത്യം പറഞ്ഞാൽ ആദ്യമേ തന്നെ ഈ ചാനൽ ബഹിഷ്കരിച്ച കോൺഗ്രസിന്റെ വിജയം കൂടിയാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ പടിയിറക്കം. മരം കള്ളന്മാർ എന്നും മരം കള്ളന്മാർ. ചേറു തിന്നുന്നവർക്കത് മനസ്സിലായി.